ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് എൻ്റെ മോളുടെ ഫെയർവെൽ ഫംഗ്ഷന് പോവാണ്. മോൾ പഠിക്കുന്നത് ഇവിടെ കീഴിൽ തന്നെയുള്ള പ്രീ പ്രൈമറിയിലാണ്. ജസ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു കേക്ക് കട്ടിങ്ങും പിന്നെ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് വില്യാപ്പള്ളി ശില്പാസ് ഹോം കേക്ക്സ് എന്നാണ് വാങ്ങിച്ചത്. അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കേക്കാണ്. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടിയാണ് രൂപേഷ് ചേട്ടൻ. അവരുടെ അടുത്തു നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവർ ഫ്രീ ഡെലിവറി ആയിട്ട് നമുക്ക് കൊണ്ടുത്തരും. അപ്പോൾ ഇതാ കേക്ക് എത്തിയിട്ടുണ്ട്. കേക്ക് വന്ന പാടേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. 2 കിലോയുടെ കേക്കാണ് വാങ്ങിയത്. നല്ല വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. കഴിച്ച ശേഷം ടീച്ചേഴ്സൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. വാങ്ങിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം മെയ്ഡ് കേക്ക് ആണെങ്കിൽ നന്നായിരിക്കും എന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് നല്ല കേക്ക് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും പരിചയമുള്ളത് കൊണ്ട് തന്നെ രൂപേഷ് ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അവർ കേക്ക് കട്ടിയാണ്. ഈ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാനിമോളുടെ ക്ലാസ് മിസ്സാണ്, വിക്ടോറിയ മാഡമാണ്. പിന്നെ കൂടെയുള്ളത് ഷാമിലി മിസ്സാണ്. LKGയിലുള്ള മിസ്സായിരുന്നു ഷാമിലി മിസ്സ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ സന്തോഷമാണല്ലോ, അപ്പോൾ അവർക്ക് ചെറിയൊരു ഫെയർവെൽ ഫംഗ്ഷൻ പോലെ വെച്ചതാണ് നമ്മൾ. പാരൻസ് എല്ലാവരും കൂടെ തീരുമാനിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ്. എന്നാലും നല്ല രീതിയിൽ ഒരു ഫംഗ്ഷനാക്കി മാറ്റാൻ കഴിഞ്ഞു. എല്ലാ പാരൻസിനും വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നോമ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ പാരൻസ് പറഞ്ഞു, ഞങ്ങളെ മക്കളൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല, നിങ്ങൾ പറ്റുന്ന ആൾക്കാരൊക്കെ പോയിട്ട് ഫംഗ്ഷൻ നല്ല അടിപൊളിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കേക്ക് കട്ട് ചെയ്ത് കേക്ക് കഴിക്കാൻ വേണ്ടി പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്ലേറ്റിൽ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അവർ പ്ലേറ്റും എടുത്ത് വന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ LKG UKG ഇംഗ്ലീഷ് മീഡിയമാണ്. ഇത് രോഷ്നി മാഡവും ബിനിഷ മിസ്സും പിന്നെ കുറച്ച് പാരൻസും ആണ്. അപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് മീഡിയം തന്നെ LKGയിൽ ഇപ്പോൾ 2 ക്ലാസ്സുകളുണ്ട്, പിന്നെ UKGയിൽ ഒരു ക്ലാസ്സും. അപ്പോൾ ഇവർ ഈ സ്കൂളിൽ തന്നെ ഈ പ്രീ പ്രൈമറിയിൽ 2 ആൻറ്റിമാരും കൂടെ ഉണ്ട് ഇവരെ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മെയിനായിട്ട് എല്ലാ സ്കൂളെ പോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ കുട്ടികൾ ഈ ആൻറ്റിമാരുടെ അടുത്ത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ മോൾക്ക് ഭയങ്കര കരച്ചിലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ എപ്പോഴും കരച്ചിൽ ഫുള്ള്. സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു 2-3 മാസം എടുത്തോളൂ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആൻറ്റിമാരൊക്കെ അതിന് കുറേ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല കെയറിങ് ആണ് മക്കളെ. അപ്പോൾ നമ്മൾ ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അതിന് ഗിഫ്റ്റ് ആര് കൊടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ബോയ്സും ഗേൾസും എല്ലാവർക്കും ഒരുമിച്ച് പിടിക്കാനാകത്തുകൊണ്ട് ഇത് വിക്ടോറിയ മാഡത്തിന് ബോയ്സ് കൊടുക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ ബോയ്സിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. മിസ്സിന് കൊടുക്കുകയാണ്. പക്ഷേ ഇവർ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ കയ്യിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് ഗിഫ്റ്റ് കിട്ടത്തുമില്ല. ഇവരിങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഗിഫ്റ്റ്. അപ്പോൾ എല്ലാവരും കൂടെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗേൾസ് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു, ഗേൾസിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഗേൾസിന് ഷാമിലി മാഡത്തിന് കൊടുക്കാമെന്ന്. അങ്ങനെ ഷാമിലി മിസ്സ് വരുന്നുണ്ട്. അപ്പോൾ ഗേൾസ് ഷാമിലി മിസ്സിന് കൊടുക്കാൻ പോവുകയാണ്. ഇത് മക്കളെ മുഖം കണ്ടാൽ അറിയില്ല, അവർ നല്ല സന്തോഷമാണ്. ഇതൊക്കെയാണ് അവർക്ക് എന്താ പറയുക, ഒരു സന്തോഷമായിരിക്കുമല്ലോ. അവിടെയാണ് നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സുഖമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ സെയിം സംഭവമല്ലേ, എല്ലാവരും സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ എനിക്ക് അതുപോലെ കൊടുക്കാനായില്ലല്ലോ എന്നുള്ളൊരു വിഷമം കുട്ടിയൊക്കെ വേണ്ട വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തത്. നമ്മൾ ആൻറ്റിക്കും കൂടെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സീൻ ആൻറ്റിയാണ്. ഇവർക്ക് ഒരു ആൻറ്റി കൂടെ ഉണ്ട്, ധന്യ ആൻറ്റി. അവർക്ക് കുറച്ച് മുന്നേ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഇപ്പോൾ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇതാ സീൻ ആൻറ്റിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്നൊന്നുമില്ല, നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പിരിയാമെന്ന് വിചാരിച്ചു. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഫംഗ്ഷൻ അവസാനിപ്പിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് കൂടെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നമ്മൾ പാരൻസ് എല്ലാവരും കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ചിരിച്ചും കളിച്ചും ഒക്കെ കുറച്ച് സമയം പങ്കിട്ടു. ഇനി ഒരു ദിവസം കൂടെ എക്സാം ഉണ്ട് ഇവർക്ക് മക്കൾക്ക്. അത് കഴിഞ്ഞാൽ അവർക്ക് സ്കൂൾ പൂട്ടും. നമ്മുടെ മറ്റേ ധന്യ ആൻറ്റീനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുഖമായിട്ട് വരുന്നവർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കേക്കിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു മിസ്സൊക്കെ. നല്ല കേക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല കേക്കായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം, രൂപേഷ് ചേട്ടൻ്റെ നമ്പർ വെക്കാം. ഫ്രീ ഡെലിവറിയാണ്. ഓക്കെ, താങ്ക് യു.